സഹോദരന്മാരെ, ഈ വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. കേൾക്കാത്തവരുണ്ടെങ്കിൽ ഈ വാർത്ത ഒന്ന് കേട്ടു നോക്കിയേ. തിരുനാവായയിൽ പട്ടാപ്പകൽ മസ്ജിദിൽ നിന്ന് 3.25 ലക്ഷം രൂപ കവർന്നത് 17-കാരൻ. മോഷ്ടിച്ച പണം ഉപയോഗിച്ച് MDMA-യും മൊബൈൽ ഫോണും വാങ്ങിയതായി മൊഴി. 17-കാരനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുനാവായ സെലഫി മസ്ജിദിൽ നിന്ന് പണം കവർന്ന സംഭവത്തിലാണ് 17-കാരൻ പിടിയിലായിരിക്കുന്നത്. മോഷണത്തിന്റെ CCTV ദൃശ്യം എഡിറ്റർ ലൈവ് പുറത്തുവിട്ടതോടെ തിരുനാവായയിൽ സെലഫി പള്ളിയിൽ കള്ളം കയറി അവിടുത്തെ ഭണ്ഡാരപ്പെട്ടി കുത്തി തുറന്നിട്ട് 75,000 ഉറുപ്പിയോളം കട്ടുകൊണ്ട് പോയി. വലിയ കള്ളനൊന്നുമല്ല, ചെറിയ കള്ളൻ, ഒരു കുട്ടിക്കള്ളൻ, 17 വയസ്സുള്ള ഒരു ചെക്ക്. അദ്ദേഹത്തിന് പൈസന്റെ ആവശ്യം വന്നു മരുന്ന് വാങ്ങാൻ. അങ്ങനെ നോക്കുമ്പോൾ സെലഫി പള്ളിയാണ്ട് അവിടെയുള്ള ഭണ്ഡാരം ചെയ്ത് കുത്തി തുറന്നിട്ട് ചെയ്ത് അതിനുള്ള പൈസ കൊടുത്തിട്ട് മുങ്ങി. എന്ത് മരുന്ന് വാങ്ങാനാണ്? MDMA വാങ്ങാൻ വേണ്ടിയിട്ട്. പോലീസ് പിടിച്ചോക്കുമ്പോൾ പോലീസിനോട് പറഞ്ഞ് ആ പൈസക്ക് ഞാൻ MDMA-യും അതേപോലെ ഫോണും വാങ്ങിയെന്നാണ് ആ കള്ളം പറഞ്ഞ്. ഞാനേതായാലും അദ്ദേഹത്തെ ഒന്നും പറയുന്നില്ല, കാരണം അദ്ദേഹത്തിന്റെ ബുദ്ധിമോശം ഉണ്ടെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഏതായാലും സെലഫി പള്ളിയിൽ ഇങ്ങനെ ഭണ്ഡാരം വെക്കുന്ന പരിപാടിയെല്ലാം ഉണ്ട് എന്ന് പുറലോകം അറിഞ്ഞു കിട്ടിയല്ലോ. കാരണം വെച്ചാൽ സാധാരണഗതിയിൽ സുന്നി പള്ളികളിൽ ഇങ്ങനെ ഭണ്ഡാരം വെക്കുന്നതിനെ കുറിച്ചിട്ടും മക്ബറുകളിൽ ഭണ്ഡാരം വെക്കുന്നതിനെ കുറിച്ചിട്ടും സെലഫി പുരോഹിതന്മാർ പറഞ്ഞതെല്ലാം നമ്മളെ മുമ്പിലുണ്ടല്ലോ. ഇത് ചൂഷണമാണ്, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇവർ ഭണ്ഡാരം വെക്കുന്നത്. CM മക്കാമിലും അതേപോലെ ഉള്ളാളം തങ്ങളെ ഉപ്പാപ്പാന മക്കാമിലും വെളിയങ്കോട് ഉമർക്കാദി തങ്ങളെ മക്കാമിലും അമ്പറം തങ്ങളെ മക്കാമിലെല്ലാം ഭണ്ഡാരപ്പെട്ടിന്റെ ഫോട്ടോയും അതേപോലെ വീഡിയോയിലും എടുത്തിട്ട് പലർ ജാതി പ്രചരണം നടത്തിയില്ലല്ലോ. അത് ഷിർക്കാണ്, അത് ചൊർക്കാണ്, അതേപോലെ ഇത് ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മുസ്ലിം സമുദായത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ആണല്ലോ ഈ സെലഫി പുരോഹിതന്മാർ പറയല്. എന്നാൽ ഇവരെ പള്ളിയിൽ വലിയ ഭണ്ഡാരം വെച്ചിട്ടുണ്ട്. സുന്നികളുടെ ഭണ്ഡാരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയാലും വന്നാലും ഒരു കൊല്ലെല്ലാം എടുത്തു നോക്കി കഴിഞ്ഞാൽ 10,000 റുപ്യ 5,000 റുപ്യ കിട്ടിയ ഇവരെ 75,000 റുപ്യയിൽ കള്ളം കട്ടുകൂടെ പോയെ. അതൊന്ന് ഓർമ്മിച്ച് നോക്കിയേ. ഇപ്പൊ മക്കാമിലൊരു ഭണ്ഡാരം വെക്കുന്നു, സുന്നികളൊരു മക്കാമിൽ ഭണ്ഡാരം വെക്കുക. അതെന്തിനാ? ആ മക്കാമിൽ വരുന്നവർ 5-10 റുപ്യയിലിടൂ. അതെല്ലാം കൂടിയിട്ട് മാസത്തിൽ എന്ത് ചെയ്യുക? കറണ്ട് ബില്ലടക്കുക, അല്ലെങ്കിൽ ആ മക്കാമിന്റെ അല്ലെങ്കിൽ ആ പള്ളിന്റെ പരിപാലനത്തിൽ എടുക്കാന്ന് വിചാരിച്ചിട്ട് പാരമ്പര്യമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണത്. അതിനെയാണ് ഇവർ മക്കാറാക്കുന്നത്. എന്നാൽ ഇവരെ പള്ളിയില വലിയ പൊട്ടി വെച്ചിട്ടുണ്ട്, അത് ആരും അറിയില്ല. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അള്ളാഹ് ഒരു ചില ഹിക്മത്തിൽ കൂട്ടി എന്ത് ചെയ്യൂ? ജനങ്ങളെ അറിയിക്കും എന്ന്. സെലഫി പള്ളിയിലും ഇങ്ങനെ ഭണ്ഡാരെല്ലാം വെച്ചിട്ട് അവർ പൈസ ഉണ്ടാക്കുന്നത് ചൂഷണം ചെയ്യുന്നുണ്ടെന്ന് അള്ളാഹ് ഹിക്മത്തിലൂടെ എന്ത് ചെയ്യൂ? ജനങ്ങളെ അറിയിപ്പിക്കാൻ വെച്ച പണിയായിരിക്കും ഈ കള്ളനാടക്കേരിയെ. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ഉദാഹരണം മൂസാ നബിയുടെ ഒരു ചരിത്രമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. മൂസാ നബിന്റെ കാലത്ത് ഈ സെലഫികൾ ഉണ്ടായിരുന്നു. ആ കാലത്തുള്ള സെലഫികൾ മൂസാ നബിനെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ നാട്ടിൽ പറഞ്ഞു നടന്ന്, മൂസാ നബിക്ക് കൂസാന്ന്, മൂസാ നബിന്റെ മണിവീക്കമുള്ള മനുഷ്യനാണ് മൂസാ നബി എന്നെല്ലാം പറഞ്ഞിട്ട് പ്രചരണം നടത്തി. മൂസാ നബി പറഞ്ഞു എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല, എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഇല്ല, എന്റെ കൊടമ്പീക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ ഉണ്ട് ഈ സെലഫികൾ അങ്ങനെയാ, ഇല്ലാ കഥകൾ പറഞ്ഞിട്ട് അങ്ങ് പ്രചരിപ്പിക്കൂ. അത് നാട്ടുകാരിൽ കുറെ ആൾക്കാർ അങ്ങ് വിശ്വസിക്കും. അങ്ങനെ ആ സമയത്ത് മൂസാ നബിക്ക് തുണി ഒന്നിച്ചിട്ട് കാണിച്ചു കൊടുക്കാനൊന്നും പറ്റൂലോ. അങ്ങനെയാണ് അള്ളൊരു ഹിക്മത്ത് എടുത്തത്. ആ ഹിക്മത്ത് എന്നാന്നുള്ള കാര്യം നിങ്ങൾ ഉസ്താദുമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആ ചരിത്രം പറഞ്ഞു തരും. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സെലഫികൾ അവരെ പള്ളിയിൽ എന്ത് ചെയ്യുക? വലിയ ഭണ്ഡാരം വെക്കുക. എന്നാൽ സുന്നികൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെ ഷിർക്ക് ചുർക്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? വിമർശിക്കുക. അന്നേരം അതേപോലെ ഞാൻ എന്ത് ചെയ്ത്, എൻ്റെ അടുത്തുള്ള ഒരു സെലഫി പുരോഹിതനുണ്ട്, ഒരു മുജാഹിദുകാരനുണ്ട്. അദ്ദേഹത്തോട് ഞാൻ ഈ വിഷയം പറഞ്ഞു, ഇവരെ നിങ്ങളെ പള്ളിയിൽ കള്ളം കയറിയിട്ട് ഭണ്ഡാരപ്പെട്ടി അടിച്ചു മാറ്റി പോയിനല്ലോ, അതെന്നാ എന്താ നിങ്ങളെ അള്ള ഇല്ലേനാ? നിങ്ങളെ അള്ള കണ്ടിട്ടില്ലേ നിങ്ങളെ പള്ളിയിലെ ഭണ്ഡാരപ്പെട്ടി കട്ടുകൊണ്ട് പോകുമ്പോൾ? എന്നാൽ അള്ളാഹ്ക്ക് നിങ്ങളെ പള്ളിക്ക് സെക്രട്ടറിന്റെയും പ്രസിഡന്റിന്റെയും വഹി അറിയിച്ചു കൊടുത്തുകൂടാനാ? അതെന്നാ പറ്റിയാന്ന് ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അള്ള ഉറക്കത്തിലേനു. അവരെ അള്ള ഉറങ്ങലും ചെയ്യും. കാരണം അവരെ വിശ്വാസപ്രകാരം അള്ളാഹ്ക്ക് കൈയുണ്ട്, കാലുണ്ട്, തലയുണ്ട്, ഈ സിംഹാസനത്തിന്റെ മേലെ ഇരിക്കുന്നതാണെന്നല്ലോ അവരെ വിശ്വാസം. ആ സമയത്ത് ഈ കള്ളനി ആ സെലഫി പള്ളി കയറുന്ന സമയത്ത് അള്ള ഉറക്കേനും പോലും. വല്ലാത്ത ജാതിയനെ അല്ലേ? ഇവരെ സാധാരണ ചോദിക്കലുണ്ട്, നമ്മളെ മക്കാമില അല്ലെങ്കിൽ നമ്മളെ സുന്നി പള്ളിയിലായിട്ട് എന്തെങ്കിലും നടത്തണമെങ്കിൽ എടുത്തോ നിങ്ങളെ മൊയ്തീശക്കങ്ങൾ, എടുത്തോ നിങ്ങളെ CM മടവൂര്, എടുത്തോ നിങ്ങളെ ഉള്ളാളന്നങ്ങൾ, ഇതെല്ലാം ചോദിക്കലുണ്ട് ഇവർ. എന്നാൽ ഇവരെ പള്ളിയിൽ കള്ളം കയറിയത് ഇവരെ അള്ളാഹ് ഇവരെ അറിയിച്ചിട്ടില്ല. വല്ലാത്ത ജാതിയനെ അല്ലേ?